മരിക്കും. മരിച്ചതിന് ശേഷം നമുക്കൊരു ന്യായവിധിയുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ദഹിപ്പിച്ചല്ലേ കളയുന്നത്? മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് കല്ലറയ്ക്കത്തല്ലേ ഇടുന്നത്? പിന്നെങ്ങനെ ഈ ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ കേട്ടുകൊള്ളുവിന്, ദൈവം ന്യായം വിധിക്കും. കാരണം ദൈവം സർവ്വശക്തിയുള്ളവനാണ്. ഈ ആകാശത്തിലേക്ക് ഒന്ന് നോക്കുവിന്, ഈ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ഒന്ന് കാണുവിന്, ഈ സമുദ്രത്തെയും നീരുറവുകളെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിപ്പിന്. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ആകാശമോ ഭൂമിയോ പ്രപഞ്ചമോ ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ദൈവം ഇതെല്ലാം ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ കൽപ്പിച്ച മാത്രയില് ഇല്ലായ്മയിൽ നിന്ന് ഇതെല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരം ഉണ്ടായി വന്നവനാണ്. ആ വ്യക്തിയെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ആകാശവും ഭൂമിയും ഒരുവന്റെ സൃഷ്ടിക്കപ്പെടാതെ ഉണ്ടാവുകയില്ല. ഈ ചെറിയ ഭവനങ്ങളൊന്നും ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വയൽ പ്രദേശങ്ങളായിരുന്നു. ഒരു പക്ഷേ റോഡ് തന്നെ കാണുമായിരുന്നോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഏത് ഭവനം ചമയ്ക്കുവാനും ഒരു പുരുഷൻ വേണമെന്നുള്ള നിലയിൽ ഈ മനോഹരമായിരിക്കുന്ന ആകാശവും ഭൂമിയും സൃഷ്ടിക്കുവാനും ഒരു വ്യക്തി വേണമായിരുന്നു.